ഇത് ഇന്ത്യയുടെ, ഇത് ഇറാനിൽ, അതിൽ നമുക്ക് ചൈനയിൽ കയറാം. ഇപ്പോൾ പ്രോഗ്രാം പോകുക. അഫ്ഗാനിസ്ഥാനിലോട്ട് കയറുകയാണ്, ജപ്പാനിലോട്ട് കയറാം, തായ്ലാൻഡിലോട്ട് പോവുകയാണ്. ജപ്പാനിലേക്ക് തായ്ലാൻഡിലോട്ട് പലസ്തീനിലോട്ട് കയറുക. ഇതാണ് ഇറാനിലെ പൗലിയിലൊക്കെ നിൽക്കുന്നത്, ചൈനയിലെ പൗലിയിലാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഒരു രക്ഷയില്ല. അഫ്ഗാനിസ്ഥാനിലെയാണ്. പാസ്പോർട്ട് ഉണ്ട് കണ്ടിട്ട് കിട്ടും. ഇത് എന്ത് സാധനമൊന്നും മിക്കവർക്കും അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഓർക്കുക, ഇത് നമുക്ക് 10 ദിർഹത്തിന് മേടിക്കാം. ഇത് വലിയൊരു വാല്യൂ ആയിട്ടുള്ള സാധനം. ഇന്ത്യയുടെ പൗലിയനിലോട്ട് കയറുകയാണ്. വലിയ ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഈ ഏത് പൗലിയനിൽ കയറിയാലും ഇതേണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണുക. ഈ അറബിക് ഡ്രസ്സാണ് കൂടുതലും ഉള്ളത്. നമുക്ക് നോക്കാം കേരളത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ. സാരീസോ പിന്നെ ചെരുപ്പുകൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് ഡ്രസ്സ് നമ്മളവിടെ ഇന്ത്യയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ വെറൈറ്റി സാധനമാണ് ഉള്ളത് കേട്ടോ. കേട്ടോ ഇന്ത്യയിൽ കാണുന്ന കുട്ടികള ആൾക്കാരൊക്കെ അതേ ഇന്ത്യയിലുള്ള കുട്ടികള നമ്മളെ ആന്ധ്രാപ്രദേശിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ ആ സംഭവങ്ങൾ സാധാരണ നമ്മളവിടെ ഉള്ളത് തന്നെ കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടുമല്ലോ. അറബിക് ഡ്രസ്സാണ് അവിടുത്തെ ജ്വല്ലറീസ്. എവിടെ ചെന്നാലും അറബിക് ഡ്രസ്സ് കൂടുതലൊക്കെ എനിക്ക് തോന്നുന്നു അറബി കൂടുതൽ. ഇതൊക്കെ ഇന്ത്യൻ സാധനം കേട്ടോ. ഈ ഐറ്റം എന്താണ് ഇന്ത്യയുടെ സീലിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയുടെ സീല് ജസ്റ്റ് ഒന്ന് അടിക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് പേജില്ലേ, ഫ്രണ്ട് പേജ് അതിന് വേണ്ടി ഇട്ടിരുന്നത് ഇന്ത്യയുടെ സീൽ അടിക്കാൻ വേണ്ടി പ്ലീസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ട് പേജ് അതിന് വേണ്ടി ഇട്ടിരുന്നതാണ്. ഗൂയിസ് ആണ് ഇവിടെ, എന്തായാലും ഇവിടെ വെച്ചിട്ട് അടിക്കാം. ഗൈസ് അങ്ങനെ ഇന്ത്യയുടെ സീല് ഓക്കെ ദുബായിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കേട്ടോ ഗ്ലോബൽ വില്ലേജ് എന്ന് ഇവിടെ എഴുതിയേക്കും. താജ്മഹലാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ അവിടെ കിട്ടത്തില്ലേ അതേപോലെയുള്ള കമ്മലും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നാട്ടിൽ കിട്ടുന്നത്. സെയിം സാധനം നീളിട്ടേക്കുന്നത്, ഉണ്ട പോലെ ഇട്ടേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഇതും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള സാധാ ചെരുപ്പുണ്ട്, പിന്നെ അതുപോലെ ലക്ഷറീസ് ചെരുപ്പുണ്ട്, പിന്നെ അതാണ്ട് ബിംബങ്ങൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ 10 ഏടി കമ്മലിനൊക്കെ 10 ഏടി വരുമ്പോൾ 250 രൂപ ആ റേഞ്ച് വരും. നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ പേഴ്സ്, അതേപോലത്തെ പേഴ്സ്, പിന്നെ ആയുർവേദത്തിൻ്റെ മുടി വളരാൻ വേണ്ടി. കേരളത്തിൻ്റെ ഒന്നും ഞാൻ കണ്ടില്ല, ആൾക്കാർ കുറവാണ്. ഇന്ത്യയുടെ സിൽവർ ഗോൾഡ് എല്ലാം ഉണ്ട് സംഭവങ്ങൾ. ഹെർബലിൻ്റെ സംഭവങ്ങളുണ്ട്. ഹെർബലിൻ്റെ സംഭവങ്ങളുണ്ട്. എന്തോ പറയുന്നു ഈ സഭയിൽ മുടിയുടെ എൻ്റെ മുടി കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു സ്റ്റേജുണ്ട്, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ പോലെ തന്നെയാണ്. എല്ലാത്തിൻ്റെ മേളിൽ വലിയൊരു എന്ന് വെച്ചാൽ യമണ്ടൻ സാധനമുണ്ട്. യമണ്ടൻ ഒരു പൗലിയനാണ്, ഏറ്റവും വലിയ പൗലിയനാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ. കാര്യം ഇത്രയും വലിയ പൗലിയനാണ്. ഇപ്പോൾ ഈ കേറിയയിലൊന്നും എത്രയും കേറിയയിൽ ഏറ്റവും വലിയ പൗലിയനാണിത്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ USA ഒക്കെ നോക്കണം, ചിലപ്പോൾ അതിൽ കൂടുതൽ വലിയ പൗലിയനായിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ സാധാരണ നാട്ടിൽ കാണുന്ന പോലെ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ കണ്ട പഴയ കാലം നമ്മൾ യൂസ് ചെയ്യുന്ന തടിയുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുക്കത്തില്ല. അതേപോലെ നമ്മുടെ ആ ഒരു പണ്ടത്തെ ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ. ഓക്കെ ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പം ഇതാണ് ഇറാനിലെ പൗലിയൻ. ഇതുപോലെ അവിടെ കണ്ട ഡിസ്പ്ലേ ജെയിൻറ്റ് വില്ല. അതിൻ്റെ സെൻറ്റർ കുറച്ച് LED അടുക്കി വെച്ചിട്ട് ഡിസ്പ്ലേ ആക്കിയേക്കാണ് ഗൈസ്. അടിപൊളി. ചൈന കണ്ടാൽ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളി രസം കേട്ടോ. പലസ്തീൻ താണ്ട് നമുക്ക് അവിടെയും കയറാം. അതിന് മുന്നേ നമുക്ക് ഇറാനിൽ കയറിയിട്ട് പോകാം. ഇറാൻ അടിപൊളി രസം കേട്ടോ. കാണാൻ ഒരു എന്ത് ഭംഗിയെന്നൊക്കെ രാത്രി വന്നാൽ ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ഇറാനിൽ കയറുക. എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും എടുത്ത് തരുമെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാം, അതല്ലെങ്കിൽ സെൽഫി എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇറാനിലോട്ട് കയറാം. ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഗ്ലോബൽ വില്ലേജ് വരുമ്പം ഒരാളെ കൊണ്ടുവരിക ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ എന്തായാലും അകത്തോട്ട് കയറുന്നില്ല. നമുക്ക് ഫുഡ് അങ്ങനെയുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ്, മറ്റേ ബദാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കപ്പലണ്ടി ആ സാധനമാണ് അവിടെ ഫുൾ അടുക്കി വെച്ചിരിക്കുന്നത്. അത് ഈസി കേട്ടോ. കാര്യം വെച്ചാൽ ഇവിടെ വെളിയിൽ നല്ല തണുപ്പാണ്, അത് കേടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഫുഡിൻ്റെ ഐറ്റംസാണ് ഫുള്ളും കൂടുതലുള്ളത് കേട്ടോ നമ്മളെ ഇറാനിലുള്ളത്. ഇത് സ്നാക്സുകളാണ്, ജ്യൂസും അങ്ങനെയുള്ള കുറച്ച്
ഇത് അതിൻ്റെ അകത്ത് ഈ നമുക്ക് ടേസ്റ്റ് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ പല പല ഡ്രസ്സുകളാണ് കേട്ടോ. നമുക്ക് പിള്ളേർ ഡ്രസ്സ്, അടിപൊളി ഡ്രസ്സ്, ഫുഡുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇറങ്ങിയിട്ട് ഇനി ഇവിടെ എവിടെയാണ് ഫീലടിക്കുന്നത് നോക്കാം. ഫീലിംഗ് സംഭവം ഇത് ഫുഡ് കഴിക്കുക. എല്ലാത്തിലും ഒരു ഫുഡ് കോർട്ടുണ്ട്. നമുക്ക് പല പല ഫുഡുകൾ ട്രൈ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ പെട്ടിയുണ്ട്, അടിപൊളി പെട്ടിയുണ്ട്. അതാണ് ഇതാണ് നമ്മുടെ ഫീലടിക്കുന്നത്. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് ഇറാനിലെ ഫീലിംഗ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇറാനിലെ പൗലിൻ്റെ ഫീലിംഗ്. ഓക്കെ കേസ്, ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കുക. അത് ഇറാനിലൊരു ഫുഡിൻ്റെ ഒരു കലവറയാണ് കേട്ടോ ഇവിടെ ഇറാനിലുള്ള. നമുക്ക് ചൈനയിൽ കാണാം. ഇറാനിൽ അടിപൊളി കേട്ടോ, രസം കാണാൻ രസമുണ്ട്. ഇന്ത്യയുടെ ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഇത് ഇന്ത്യയുടെ, ഇത് ഇറാനിലെ കേട്ടോ. ഇറാനിലെയും ഒരു അടിപൊളി രസമാണ് കാണാൻ. എന്തായാലും ഇനി ഞാൻ പലസ്തീനിലോട്ട് കയറാം. അത് നമുക്ക് ചൈനയിൽ കയറാം കേട്ടോ. പലസ്തീനിലോട്ട് കയറുക. ഇവിടെ നിന്നാണ് പലസ്തീനിൽ എൻ്റർ ചെയ്യുന്നത്. പലസ്തീനിൽ കയറാൻ ഇവിടെ കണ്ടാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. ഈ സംഭവം കേട്ടിട്ടുണ്ട്. ഇതാണ് വൈറൽ സംഭവം. പലസ്തീനിൽ കയറാൻ നേരത്ത് സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. എന്ത് സംഭവം നോക്കി ഇപ്പോഴിട്ട പല പല ഐറ്റങ്ങൾ, അവിടെ ഉള്ള പല പല ഐറ്റങ്ങളാണ്. അവിടെ ഒരു ടീഷർട്ട് ഉണ്ട്, അതായത് പലസ്തീൻ്റെ പല ടീഷർട്ടുണ്ട്. അത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാൻ കഴിച്ചു ഇവിടെ എന്തെങ്കിലും സീലടിക്കുന്ന സാധനം ഓയിരിക്കും. അപ്പോൾ ഗൈസ് അത് സീലടിച്ചിട്ട് വരാം. എന്തായാലും പലസ്തീനിൽ പോകാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് പലസ്തീനിലെ സീലടിക്കാൻ ഗൈസ് നോക്കട്ടെ. ഇവിടെ വയ്ക്കുക പലസ്തീൻ. ഓക്കെ, സീലില്ലേ? സീല് ഞാൻ അടിക്കുകയാണ് ഗൈസ്. ഈ സീലായിട്ടാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് സൈഡിലടിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഭാഗത്തടിക്കും. ഇതാണ് പലസ്തീനിലെ സീൽ കേട്ടോ. അതായത് ഇനി അടുത്ത വേണം ഇവിടെ അടിക്കാമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ ഗൈസ് ആ സൈഡിൽ അടിച്ചത്. അപ്പോൾ തിരിച്ച് അവിടെ കൊണ്ട് വയ്ക്കുക. നമ്മളെന്തായാലും പലസ്തീനും സീലടിച്ചു. നമ്മൾ ചൈനയിലോട്ട് പോവുകയാണ്. ചൈനയിൽ ഒരു അടിപൊളി ഭംഗിയാട്ടോ. ഇപ്പോഴും ചൈന വെറൈറ്റിയാണ് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ. സോ ചൈനയിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ആ മേൽക്കൂര കണ്ടോ, ഭംഗി, എന്ത് ഭംഗിയാണ്. മേൽക്കൂര നല്ല ഭംഗിയാക്കിയുള്ള നമ്മൾ ഇന്ത്യ ഉണ്ടായിരുന്നു, പിന്നെ ചൈന ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാമല്ലോ, ഒരു മാർക്കറ്റ് തന്നെ ചൈനയ്ക്കുണ്ട്. ഫുഡ് ഐറ്റം ഉണ്ട്. ഫുഡ് പല പല രീതിയിലുള്ള ഫുഡ്, പല പല രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സുകൾ. ചൈനയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ചൈന. ചൈന വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ഒരു വകയില്ല കണ്ട. ഇത് ഈ കളിപ്പാട്ടമൊക്കെ ചൈനയിൽ മൊത്തം കൊടുക്കും. ചൈന പൗലിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്തായാലും സീൽ തപ്പി നടക്കുന്നത്. ഇത് വലിയൊരു ഇതാണ്. പക്ഷേ ഇന്ത്യയുടെ അത്രയും വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം തന്നെ നമുക്ക് നോക്കാം. കണ്ട ചെറിയ ചെറിയ സംഭവം. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ആ ഷർട്ടുകൾ, പിന്നെ വാളൊക്കെ, നിഞ്ച വാള്, ഫോണിൻ്റെ ബാക്ക് കവറൊക്കെ കിട്ടും കേട്ടോ. ചൈന വന്നതിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ എന്തുവാണ്. കിട്ടാത്ത ഒരു സാധനവും ചൈനയിലില്ല എന്ന് പറയുന്നതാണ്. അത് ഒരു സാധനമല്ല, ഇപ്പം എനിക്ക് മനസ്സിലായി. ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേസ്. ചെരുപ്പ് ഉൾപ്പെടെ ഉണ്ട്. ഫുഡ്, പിന്നെ ബാഗ്, ഇവിടെ ഡ്രസ്സ്, ഇലക്ട്രോണിക് ഐറ്റം, കാറുകളുണ്ട്. എൻ്റെ അമ്മോ, ചൈനയിലില്ലാത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്, ആൾക്കാരെ തിരക്കാണ് ബോയ്സ്. ഞാനെന്തായാലും ആ നമുക്ക് പാസ്പോർട്ടിൽ അടിക്കാനുള്ള സീൽ എവിടെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തേടി കിടക്കുക. ഈ മേളിൽ കണ്ടോ, ഇതെപ്പോഴാണല്ലോ കണ്ടത്. മേളിലൊരു റെസ്റ്റോറൻറ്റും ഇതേപോലെ സംഭവങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ചൈനയിലാണെങ്കിൽ കറങ്ങാൻ ഇഷ്ടം പോലെ ഉണ്ട്. ചെരുപ്പ്, എൻ്റെ ഫോണിൻ്റെ കവറുകൾ. എൻ്റെ ഫോണിൻ്റെ കവറുണ്ടോ ഗൈസ്? ഈ ഒരു പൗലിനും ഇല്ലാത്ത എല്ലാ ഐറ്റവും ചൈനയിലുണ്ട്. ഗൈസ് അങ്ങോട്ട് ഫുഡ് കോർട്ടുണ്ട്. അടുത്ത് നമ്മളെ ചൈനയുടെയാണ് കേട്ടോ. ചൈനയുടെ ജസ്റ്റ് വയ്ക്കുക, അടിച്ചു കിട്ടിക്കണ്ട. ചൈനയുടെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ചൈനയിലെ സീല്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചൈനയിൽ നിന്ന് ഇറങ്ങാം. ചൈനയിൽ കിട്ടാത്ത ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. കാര്യം ആ കാർ, നമ്മുടെ എലോൺ മസ്കിൻ്റെ കാർ ഇരിക്കുന്നുണ്ട്. ആ സെയിം ആ ഒരു ട്രക്ക് അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ മോഡൽ, അതായത് നമ്മുടെ ടെസ്ലയുടെ
ട്രക്ക്, ആ സാധനം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചൈനയിൽ നമ്മൾ ഇറങ്ങാൻ കേട്ടോ, ചൈന ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പെട്ടെന്ന് കയറണം, ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമയമില്ല. അപ്പോൾ ഇറങ്ങി ചൈനയുടെ പവലിയനിൽ നിന്നാണ് ഇത് നമ്മൾ അടുത്ത പവലിയനിലോട്ട് പോകാം. വേണ്ട, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ഒരു അടിപൊളി ഫ്രണ്ടേജാണ്, ഒരു രക്ഷയില്ലാത്ത ഫ്രണ്ടേജാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് അടുത്ത ഇതാണ് ഇച്ചിരി വലിയ പവലിയനാണ് കേട്ടോ, ഇന്ത്യയിലെ പോലെ ഇച്ചിരി വലിയ പവലിയനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചൈനയിൽ കിട്ടാത്ത ഒരു ഐറ്റങ്ങളില്ല നമുക്ക് കിട്ടി. അതായത് ഈ ഒരു പല പൗലിയനിലും ഇല്ലാത്ത പല സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. ആ പൗലിയനിൽ ഉള്ള സാധനം ഇവിടെ ഉണ്ട്. അതായത് ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈനയിൽ കിട്ടാത്ത ഒരു സാധനം ഇല്ലാന്ന് മനസ്സിലായി. അതാണ് എല്ലാവരും, എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും എല്ലാവരും ചൈനയിൽ പോയി ട്രേഡ് ചെയ്യുന്നത്. അതായത് സാധനങ്ങൾ മേടിക്കുന്ന ചൈനയിലാണ്. ഗുഡ്സിൽ എവിടെ കിട്ടും, അതൊരു അപായ സാധനം കേട്ടോ. ഇതിനകത്ത് ആളിരുന്ന് കറങ്ങുന്നുണ്ട് കേസ്. എന്തായാലും ഞാൻ അത് എടുക്കാം കേസ്. എനിക്ക് ഈ പൗലിൻ ഫുള്ള് തീർന്നിട്ടേ എടുക്കാൻ പറ്റും. ചൈനയുടെ തീർന്നിട്ടില്ല കണ്ടത്. ആ അറ്റത്തിൽ തുടങ്ങി ഈ അറ്റത്ത് കൊണ്ടുവന്ന് നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ എക്സിറ്റ്. ഒമാനുണ്ട്, അതുകൊണ്ട് ഒമാൻ കേസ്. എന്തായാലും നമുക്കിനി ഒമാനിലോട്ട് പോകാം. ഒമാനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ പിള്ളേർക്ക് കളിക്കാനും പിന്നെ ഫുഡ് കോർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതാ റെയിലോ, പിള്ളേർക്ക് ഈ റെയിൽ ഇല്ലേ, ഇത് നോക്കി കേസ്. ദുബായിലുള്ള ആൾക്കാരാട്ടോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. എനിക്കറിയത്തില്ല, അറബികളാണ് ഫുൾ. ഞാൻ ഒമാനിലോട്ട് കയറാം. എന്തായാലും ഫ്രണ്ടേജ് ഇതാ. നമ്മൾ ഫ്രണ്ടേജ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷിൽ എഴുതത്തില്ലേ, അതാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ കയറുന്നത്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മൾ ഒമാനിലോട്ട് കയറുകയാണ്. ഓക്കെ ഗീസ്, ആണ് ഒമാൻ. ഓക്കെ, നമ്മളപ്പം ഒമാനിലോട്ട് കയറുകയാണ്. ഒമാനിൽ ഇച്ചിരി വെറൈറ്റി സ്ഥലങ്ങളാണ് ഇവിടെ. സീൽ താണ്ടിരിക്കുന്നുണ്ട് ഗീസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഇതേപോലെ സീൽ. അപ്പോൾ നമ്മൾ ആ സീൽ, ഒമാനിലെ സീൽ അടിക്കുകയാണ് ഗീസ്. പേജുള്ള സ്ഥലത്ത് കയറ്റിയും അടിക്കുക, അത്രേ ഉള്ളൂ. ചില സ്ഥലത്തൊന്നും സീലില്ല, അത് വല്ലാത്തൊരു പ്രശ്നമായിപ്പോയി, വല്ലാത്തൊരു ചതിയായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേസ്, അപ്പം നമ്മൾ ഒമാനിൽ വയ്ക്കുക, അടിച്ചു. ഒമാനിലെ സീല് വലിയ തെളിച്ചമില്ലാതെ ആയിപ്പോയി കൂയിസ്. ഒമാനിലെ സീൽ ഇങ്ങനെ കിട്ടിയുള്ളൂ കേസ്. എന്തായാലും പോട്ട് ഉള്ളതാവട്ടെ. ഓക്കെ കേസ്, അപ്പം നമ്മളിനി എന്തായാലും ഇവിടെ നടക്കട്ടെ. ഈ സൈഡിൽ പ്രോഗ്രാം നടക്കട്ടെ. ഒമാനിൽ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് പ്രോഗ്രാം വെച്ച് ഇപ്പം പ്രോഗ്രാമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് കയറും. കുറേ സ്ഥലങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സീലടിക്കുക, ഇറങ്ങുക. പിന്നെ ഇവിടെ സാധാരണ നോർമലായിട്ട് എല്ലാത്തിലും ഉള്ളത് തന്നെയാണ് കേട്ടുള്ളത്. ഇപ്പം അറബ് രാജ്യങ്ങളിൽ കയറുമ്പോൾ ഒരു കൊച്ചവിടെ തന്നെയാണ് കേട്ടോ. അറബ് രാജ്യങ്ങളിൽ കയറാൻ നേരത്ത് എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ് ഉള്ളത്. വെറൈറ്റി സംഭവങ്ങൾ എനിക്ക് ചൈനയിലാണ് കാണാൻ പറ്റുക, ചൈന, ഇന്ത്യ. ഇനി നമുക്ക് അങ്ങോട്ട് വേറെ ഇതിപ്പം അറബ് രാജ്യങ്ങളാണ് ഫുള്ള് ഈ സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടുള്ളത് അറബല്ലാത്ത കുറേ രാജ്യങ്ങളുണ്ട്. അപ്പം അവിടോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ച് വെറൈറ്റി കിട്ടും എന്ന് നമുക്ക് വിചാരിക്കുന്നു. ഇത് ഫുള്ളും അറബ് രാജ്യമായതുകൊണ്ട് ആ ഒരു ഡ്രസ്സും ആ ഒരു സംഭവം ആ ഒരു വൈബായിരിക്കും ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് ജപ്പാൻ, അഫ്ഗാനിസ്ഥാൻ. ജസ്റ്റ് അടുത്ത നമ്മൾ അഫ്ഗാനിസ്ഥാനിലോട്ട് കയറുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇച്ചിരി വെറൈറ്റി സംഭവങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ട തണുപ്പത്തിടാനുള്ള ആ ഒരു സംഭവങ്ങളുണ്ട് ഗൈസ്. കണ്ട അങ്ങോട്ടുണ്ട് ഇഷ്ടം പോലെ തലയിൽ വെറൈറ്റി. നല്ല റേറ്റാണ് എന്ന് വെച്ചാൽ നല്ല റേറ്റാണ്. അത് കൊള്ളാം കേട്ടോ. പിന്നെ ഇതാണ്ട് കുങ്കുമൊക്കെയാണ് ഗൈസ് ഈ കഴിക്കുന്നത്. ഒറിജിനലാവുമെന്ന് എനിക്കറിയത്തില്ല, അതായത് അവിടെ ഇവിടെ വിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറേ മോതിരങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഭയങ്കര റേറ്റായിരിക്കും. പഴയ കാലത്ത് ആ ഒരു പിത്തളയും അങ്ങനെയുള്ള സാധനങ്ങളില്ലേ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും. അഫ്ഗാനിസ്ഥാനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗീസ് നമുക്ക് എന്തായാലും ഇനി അടുത്ത അതുകൊണ്ട് ഗീസ് അവിടെ സീൽ വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ഗീസ് വെച്ച് പാത്രം, പണ്ടത്തെ ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് പാത്രത്തിൽ എന്തോ എഴുതുന്നുണ്ട്. ഓക്കെ ഗീസ്, പിന്നെ വേറെ ഇവിടെ എന്തോ ഒരു പണിയാണ് ഗീസ്. നമ്മൾ ആ ഒരു സീലടിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട ഫുഡ് കോർട്ടുണ്ട്, എല്ലാത്തിനും നടുക്കൊരു ഫുഡ് കോർട്ടുണ്ട്. ആ ഫുഡ് കോർട്ടിന് നടുക്കായിരിക്കും ഈ സാധനം വെച്ചിരിക്കുന്നത് ഗീസ്. അവിടെ കണ്ട ആ ഡിസൈൻ കണ്ട, അടിപൊളി ഡിസൈൻ. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ മൊത്തം മ്യൂസിക് ഒക്കെ ഇല്ല. അത് ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട്. ഇവിടെ കണ്ട സ്റ്റേജ്, എല്ലാത്തിനും സ്റ്റേജും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഇതും കാണും ഗീസ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്, ടൈം കണ്ടോ. എന്തായാലും നമുക്ക് സീലടിച്ചിട്ട് പോവാം. അഫ്ഗാനിസ്ഥാനിലെയാണ്. ഓക്കെ, ഇതാണ് അഫ്ഗാനിസ്ഥാൻ കേസ്. ഇവിടെ ഒരു സീല് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് അടിച്ചില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കണ്ടോ ഇവിടെ പഴയ കാലത്ത് ഒരു ഇതിരിക്കുന്ന കേസ്. അപ്പോൾ ഇനി എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് കയറട്ടെ. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയതോ അതൊരു വല്ലാത്തൊരു സംഭവം കേട്ടോ. അത് മുകളിൽ കയറിട്ട് കറങ്ങും. അതിൻ്റെ അറ്റത്ത് അവിടെ തന്നെ ആൾക്കാരാണ്, 2 ചെയർ. ഇവിടെ കണ്ട നല്ല സാധനം
കുറേ ആക്ടിവിറ്റീസ് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതിന് എക്സ്ട്രാ കാശാണ് കേട്ടോ. എക്സ്ട്രാ കാശ് അവിടെ അടയ്ക്കുക 30 ദിർഹം ആ റേഞ്ചാണ് ഇതിലൊരെണ്ണത്തിൽ കയറുന്നതിന്. എന്തായാലും നമുക്കിനി അടുത്ത ജപ്പാനിലോട്ട് കയറാം. ഇതാണ് ജപ്പാൻ. അപ്പോൾ ജപ്പാനിലോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. ജപ്പാനും ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇലോൺ മസ്കിൻ്റെ ട്രക്ക് ഇത് വേറെ ട്രക്ക് ഗൈസ്. ഹമ്മർ ഇതേണക്കുള്ള കുറച്ച് ടോയ്സ് ഇരിപ്പുണ്ട്. ഇത് കെട്ടിടത്തിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ട് മുകളിലത്തെ ആ ഭാഗവും ഇതും ഒരു റെഡ് മയമാണുള്ളത്. എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, വാൾ ഇരിക്കുന്നുണ്ട്. പലതരം സ്റ്റിക്കേഴ്സ്, ടീഷർട്ട്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് സീലടിക്കണമെന്നുണ്ട്. അവിടെ സീലടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഏരിയ കോർട്ട്യാർഡ്, അതായത് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഇവിടെ നിന്ന് കഴിക്കാം. സ്റ്റേജും ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാമില്ല. പ്രോഗ്രാം 6 മണി 7 മണി 8 മണി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ പ്രോഗ്രാമുള്ളൂ. എന്തായാലും നമുക്ക് മിഷനിലൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇവിടുത്തെ ജപ്പാനിലെ സീൽ നമുക്ക് അടിക്കാൻ ഗൈസ് നോക്കാം. ഒറിജിനൽ പാസ്പോർട്ട് ഇല്ലാത്ത ഇടല്ലേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. അടുത്ത നമ്മൾ ജപ്പാനിലാണ്. ഓക്കെ, ജപ്പാനിലൊക്കെ തിരിക്കാം. ഇതാണ് ജപ്പാനിലെ രക്ഷയില്ലാത്ത റൈഡുകളാട്ടോ ഇവിടെ ഫുള്ളും ഉള്ളത്. ആ റൈഡ് കണ്ടോ ഗൈസ്, നമ്മളാ മറ്റേ മണി ഹിസ്റ്റൊക്കെ ഇല്ലേ, ആ ഒരു ഇതിനകത്ത് കാണുന്ന അതേ സമയം. മണി ഹിസ്റ്റ് അല്ലല്ലോ, നമ്മളെ നോ വൺ കാൻ സീ മീ അങ്ങനെ എന്തായിട്ടൊരു പടമില്ലേ, അതിൽ കാണുന്ന നമ്മുടെ ഇംഗ്ലീഷ് പടത്തിലെ പ്രേതത്തിൻ്റെ പടമൊക്കെ കാണുമ്പോഴും ഉള്ള ആ ഒരു സാധനമാണ് ഗൈസ് ഈ കാണുന്നത്. കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇത് റൈഡിൽ കയറണ്ടേ, റൈഡിൽ കയറാൻ നേരത്ത് അവിടെ നിന്ന് പാസ് എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു മിഷനാണ് അതിൽ. ഈ റൈഡിലേക്ക് കയറാം. ഈ റൈഡിൽ വല്ലതും കാണാൻ വേണ്ടി പാസ്സാണ്. നമുക്ക് എന്തായാലും തായ്ലാൻഡിൽ കയറിയിട്ട് നമ്മളെ പാസ്പോർട്ടിൽ കൊടുക്കും ഗൈസ്. ഇപ്പോൾ ഈ പാസ്പോർട്ടിന് ഒരു വലിയൊരു വില കിട്ടി ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പേജ് കുറവാണ്, അതാണ് മെയിൻ ഒരു വിഷയം വരുന്നത്. അപ്പോൾ എന്തായാലും തായ്ലാൻഡിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ ഈ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ളും ഇതേപോലെ അറബിക് ഡ്രസ്സ് ഇട്ടിട്ടാണ് അവരെ ഉള്ളു കൈ ഷൂട്ടിംഗ് സോൺ എന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. തായ്ലാൻഡിലോട്ട് പോവുകയാണ്. തായ്ലാൻഡിൽ പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തായ്ലാൻഡിലോട്ട് കയറുകയാണ്. മേളിലത്തെ ഭാഗമൊക്കെ നിങ്ങൾ നോക്കിയത് ആ ഒരു ഭാഗമായിരിക്കും. അത് നമ്മൾ തായ്ലാൻഡിലെ വീടില്ലേ, തായ്ലാൻഡിലെ ഓരോരോ ഷോപ്പും അതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മളെന്തായാലും എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. തായിലോട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഷോപ്സ് ഒക്കെ വെറൈറ്റി ഷോപ്സുകളാണ് കേട്ടോ. ചെറിയ കീ ചെയിൻസ്. കോട്ടിൻ്റെ അവിടെ ആയിരിക്കും നമ്മുടെ ആ സീലടിക്കുന്ന സംഭവം വെച്ചിരിക്കുന്നത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ അവിടെ തേടി ചത്തേനാണ്. നമ്മൾ തായ്ലാൻഡിൽ ഇഷ്ടംപോലെ വലിയൊരു കുറേ കടകളും കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കാര്യം. ചിലവർക്ക് ആ ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, അപ്പോൾ അത് നമ്മൾ മാനിക്കണം. അപ്പോൾ അത് കാരണമാണ് ഇവിടെ കുറേ സോണിയല്ല ചെറിയ അവരാ കണ്ണാടി ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഫുഡ് കോർട്ടിലാണ് മെയിനായിട്ട് നമ്മുടെ സീൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സീലടിക്കാം. അതിനി കണ്ടുപിടിക്കുന്നത് ഇവിടെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പോകണം. നമ്മൾ തായ്ലാൻഡിൽ അടിച്ചു കഴിഞ്ഞാൽ സൈഡിൽ അടിച്ചതെന്ന് വെച്ചാൽ ഇത് പേജ് തികയത്തില്ല. അത് കാരണം കൊണ്ട് എനിക്ക് സെൻറ്ററിൽ അടിക്കാനുള്ള സെൻറ്ററിൽ അടിക്കുക, സൈഡിലടിക്കാനുള്ള സൈഡിൽ അടിക്കുക, അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പേജ് ഇച്ചിരി കൂടെ കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ ജപ്പാൻ തൊട്ട് ബാക്കിലുണ്ട്. നമ്മളിപ്പം ഇറങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ തായ്ലാൻഡിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. മിക്കവരുമില്ലേ ഈ പാസ്പോർട്ട് കണ്ടിട്ട് അവരെല്ലാം കിട്ടും. ഇതെന്ത് സാധനമൊന്നും മിക്കവർക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഓർക്കുക, ഇത് നമുക്ക് 10 ദിർഹത്തിന് മേടിക്കാം. ഇത് വലിയൊരു വാല്യൂ ആയിട്ടുള്ള സാധനം. ഞാൻ കൊണ്ട് അടിക്കാൻ ഇവരൊക്കെ നോക്കുന്നത് ഇത് എന്ത് സംഭവമാണ്. അപ്പോൾ ഗൈസ് ഇതെടുക്കുക 10 ദിർഹമുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും അമേരിക്കൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കയറുക.